ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഷോപ്പിലെ നല്ല തിരക്കുള്ള ഒരാഴ്ചത്തെ വർക്കുകളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ സാരി ബ്ലൗസസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലും കാണിച്ചിരിക്കുന്നത്. എങ്കിലും ചുരിദാറും അതുപോലെ സ്കൂൾ യൂണിഫോം പിന്നെ ഒന്ന് രണ്ട് കല്യാണ വർക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ നല്ല തിരക്കായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം സെപ്പറേറ്റ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിത് എല്ലാം കൂടി ചേർത്തൊരു കുഞ്ഞു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടും. അങ്ങനെ ഞാൻ ഇന്ന് എന്തായാലും എൻ്റെ ഒരു ജോലികളൊക്കെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സാരി ബ്ലൗസസ് ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം അതത് സാരികളിൽ തന്നെ ഫിനിഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചുരിദാറും ഉണ്ടായിരുന്നു കേട്ടോ. ചുരിദാറിൻ്റെയും പിന്നെ ടോപ്പ് എൻ്റെ അടുത്ത് തന്നെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞ കസ്റ്റമേഴ്സിൻ്റെ കുറച്ച് ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതുമെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റൊക്കെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാനിരിക്കുന്നത്, ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ ഒന്ന് കണ്ടിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാ സാരികളുടെ ബ്ലൗസുകളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഓർത്തത്, ഒരു സാരിയിൽ ഞാൻ സാരി ഫോൾ വെച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അതും കൂടി വെച്ചെടുക്കുവാണ് കേട്ടോ. അപ്പം സാരി ഫോളൊക്കെ വെച്ചെടുത്തപ്പം കുറച്ചും കൂടി അതിൽ ചുളുക്കൊക്കെ ആയി. അപ്പോൾ വീണ്ടും ഞാനത് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പട്ട് സാരിക്ക് കുഞ്ചലം കെട്ടാനുണ്ടായിരുന്നു. അപ്പം അതിനുമായിട്ട് ഞാൻ നൂലൊക്കെ ഇളക്കിയിട്ട് കുഞ്ചലവും കൂടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള ചെറിയ കുഞ്ചലം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ടുള്ളൊരു കുഞ്ചലാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ സ്കൂൾ യൂണിഫോമിൻ്റെ വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം പല സ്കൂളുകളിലും യൂണിഫോം കൊടുത്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ അല്ലാതെ വെളിയിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചവരൊക്കെയാണ് കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി സ്കൂളിൽ നിന്ന് യൂണിഫോം കൊടുത്തു തുടങ്ങുമ്പോൾ ഇതിലും നല്ല തിരക്കാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പെൻഡിങ് വയ്ക്കാതെ നേരത്തെ വന്ന യൂണിഫോംസ് എല്ലാം സ്റ്റിച്ച് ചെയ്തെല്ലാം സെറ്റാക്കി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്